നമുക്കൊക്കെ അറിയുകയൊക്കെ ആയിരിക്കാം, പക്ഷെ ഇതേവരെ എൻ്റെ പാട്ടെഴുത്തിനെ കുറിച്ചോ പാട്ടിനെ കുറിച്ചോ ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അഭിനയത്തിനെ കുറിച്ചൊക്കെ പറയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചതിൻ്റെ ഒരു ഇത് വിശകലനമല്ല, പക്ഷെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് എന്നെ ഡീൽ ചെയ്തിട്ടുള്ളൂ. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഇതൊക്കെയാണ് ഇങ്ങനെ മമ്മൂക്കയെ കുറിച്ചുള്ള ഇമേജുകളും പുറത്ത് കേട്ട കഥകളും ഇതെല്ലാമായിട്ടുള്ളതാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷേ വാസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ഞാനിങ്ങനെ ഒരിക്കലും ഇതായിട്ടുള്ള ഒരു എന്താ പറയുക, നെവർ എക്സ്പെക്റ്റഡ് ലൈക്ക് ദിസ്. നമുക്ക് തന്നെ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ പോകുമ്പോൾ എപ്പോഴും നമുക്ക് വിളിച്ച് അടുത്തിരുത്തും. നമുക്ക് എപ്പോഴും പറയുന്നതാണ്, ഇതിൽ 4 നായകന്മാരാണ്. ഷോട്ട് വയ്ക്കും, പോസ്റ്റർ വയ്ക്കുമ്പോഴും 4 പേർക്കുള്ള പ്രാധാന്യം വേണം. ഈ 4 പേര് ഒരുമിച്ച് ഒരു പടത്തിൽ ആ കെമിസ്ട്രി വർക്കാണെങ്കിൽ 4 പേര് ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവണം. അതിന് നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കെമിസ്ട്രി വർക്കാവാനുള്ള പ്രധാന കാരണം മമ്മൂക്കയുടെ ഇനിഷ്യേറ്റീവാണ്. നമ്മൾ 4 പേര്, ബാക്കിയുള്ള 3 പേരെയും എന്നെയും ഉൾപ്പെടെ ചേർത്ത് പിടിച്ച് ആ ഒരു ടീം ഉണ്ടാക്കി എടുക്കുന്നതിൽ ഭയങ്കരമായിട്ട് തോന്നുന്നു. ഇപ്പോഴും മമ്മൂക്കയോടൊപ്പം ചെന്നിരിക്കുക. അപ്പം എനിക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ടെക്നോളജി ആയിക്കോട്ടെ, അങ്ങനെ പല 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 ലോക കാര്യങ്ങൾ, ഇതെല്ലാം മമ്മൂക്കയും ഇഷ്ടം. ഇടയ്ക്ക് രമേശ് ചേട്ടൻ വരും. രമേശ് ചേട്ടനും ഇതേപോലെ വേഴ്സറ്റൈലായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഈ കോമഡി കാണുന്ന പിഷാരടിയും സ്റ്റേജ് ഇത് നടത്തുന്ന പിഷാരടിയും ഒക്കെയുള്ള പുറത്തുള്ള ആൾക്കാർ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പം ഒരു MLA ആണ്. അപ്പോൾ അതൊന്നും അല്ലാണ്ട് രമേശ് ചേട്ടന് വേറൊരു ആംഗിൾ ഉണ്ട്.